കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് തുടരുന്നു. BMS ഒഴികെ 10 സംഘടനകളാണ് പണിമുടക്കുന്നത്. ഡയസ്നോൺ പ്രഖ്യാപിച്ച സർക്കാരും KSRTCയും സർവകലാശാലകൾ ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റി. അവശ്യ സർവീസുകൾക്ക് ഇളവ് പ്രഖ്യാപിച്ചു. കൊച്ചിയിൽ നിന്നും വിനയ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പൊതുപണിമുടക്ക് ആരംഭിച്ച് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും എറണാകുളം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ KSRTC ബസ് സർവീസുകൾ, വൈറ്റിലയിൽ നിന്നുള്ള KSRTC ബസ് സർവീസുകൾ, ദീർഘദൂര സർവീസുകൾ അടക്കം ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തേക്കാണെങ്കിലും കോട്ടയത്തേക്കാണെങ്കിലും കായംകുളത്തേക്കാണെങ്കിലും KSRTC ബസ്സുകൾ ഓടുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. എന്നാൽ KSRTC ഡിപ്പോയിലേക്ക് വരുമ്പോൾ കോഴിക്കോടിലോട്ട് പോകേണ്ട ഒരു KSRTC ബസ് CITU നേതാക്കളടക്കം തടയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും ഉന്നയിച്ചിരുന്നത് ആളില്ലാത്ത KSRTC ആണ് തങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്നായിരുന്നു നേതാക്കളടക്കം വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. എന്നാൽ പ്രധാനമായും ഈ ഡ്രൈവർ അടക്കം, അതായത് BMS അനുകൂലിയാണ് തൊഴിലാളി സംഘടനകൾ, മറ്റു BMS ഒഴികെയുള്ള മറ്റു തൊഴിലാളി സംഘടനകളാണ് ഇന്നേയും പൊതുപണിമുടക്ക് നടത്തുന്നത്. ഈ BMS അനുകൂലിയായിട്ടുള്ള ആളാണ് ഈ ബസ് ഡ്രൈവർ ആയിട്ടുള്ള ആളും. അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് പോലീസ് സംരക്ഷണ നൽകുകയാണെങ്കിൽ തങ്ങൾക്ക് ഈ ബസ് എടുക്കാൻ തയ്യാറാണ് എന്നായിരുന്നു ഈ ബസ് ഡ്രൈവർ അടക്കം വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. ഇനി എറണാകുളം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ KSRTC സർവീസുകൾ ഓടുന്നൊരു സാഹചര്യമുണ്ടെങ്കിലും പല ഭാഗങ്ങളിലായി അത് പൊതുപണിമുടക്ക് അനുകൂലികൾ തടയുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. മെട്രോ സർവീസുകൾ അടക്കം ഇപ്പോഴും ഓടുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രധാനമായും ജില്ലയെ ഈ പണിമുടക്ക് വലിയ തോതിൽ ബാധിക്കില്ലെങ്കിലും ഈ മെട്രോ സർവീസും മറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രധാനമായും ഈ സിറ്റിയെ വലിയ രീതിയിൽ ഇത് പൊതുപണിമുടക്ക് ബാധിക്കില്ല എങ്കിൽ കൂടി പ്രധാനമായും ഈ ഗ്രാമപ്രദേശങ്ങളിലും മറ്റുമാണ് പണിമുടക്ക് ബാധിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാൻ സാധിക്കും. പ്രധാനമായും ഈ സ്വകാര്യ ബസ് സർവീസുകളാണ് ഈ ഗ്രാമപ്രദേശങ്ങളിലേക്കും മറ്റും കൂടുതലായി പോകുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഇന്നലെ ഈ സൂചനാ പണിമുടക്കായിരുന്നു. സ്വകാര്യ ബസ് സർവീസുകളുടെ സൂചനാ പണിമുടക്കായിരുന്നു. ഇന്ന് ഈ പൊതു പണിമുടക്കാണ്. ഇന്നും സ്വകാര്യ സർവീസുകളൊന്നും തന്നെ നിരത്തിലിറങ്ങിയിട്ടില്ല. അതെല്ലാം തന്നെ യാത്രക്കാരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. KSRTCയും സ്വകാര്യ ബസ്സുകളുമൊക്കെ പണിമുടക്കുന്നതിനിടയിൽ യാത്രക്കാർക്ക് ആശ്വാസം